ഹായ് ഹലോ നമസ്കാരം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി പെൻഷൻ കിട്ടുകയില്ല. അതായത് ഈ 2000 രൂപ ലഭിക്കുന്ന പെൻഷൻ ഇനി മുതൽ കിട്ടണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അത് എന്തെല്ലാമാണെന്ന് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി ആർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നുണ്ടെന്നും അതുപോലെ പെൻഷൻ ലഭിക്കാത്തവർ നോ എന്നും ലഭിക്കുന്നവർ എസ് എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം അറിയാതെയുള്ള എത്ര ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് നമുക്ക് നോക്കാം. നിലവിൽ ഈ പെൻഷൻ, അതായത് വാർദ്ധക്യ, വിധവ, വികലാംഗ, കർഷക തൊഴിലാളി ഇത്തരത്തിലുള്ള പെൻഷനുകൾ 63 ലക്ഷം പേർക്കെങ്കിലും കൊടുക്കുന്നുണ്ട്. ഇതിൽ പല ആളുകളും ഇതിന് അർഹതയുണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രക്രിയ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സ്കോഡും മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 5 ആളുകൾ, അതായത് 5 വിഭാഗം ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായി നോക്കുന്നത് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്ടിലെ ആളുകൾ. അതായത് ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട് 2000 സ്ക്വയർ ഫീറ്റ്. 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ 2000 സ്ക്വയർ ഫീറ്റ് സാധാരണഗതിയിൽ ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിൽ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് നിങ്ങളുടെ വീട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്നതാണ്. പുതുതായി നമ്മൾ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുടേതായിരിക്കും 2000 സ്ക്വയർ ഫീറ്റിൽ മുകളിൽ വീടുള്ള ആളുകൾ. പിന്നീട് വീട് മുകളിലേക്ക് എടുത്തതോ അതല്ലെങ്കിൽ പഞ്ചായത്ത് റെക്കോർഡിൽ 2000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ളവർക്കായിരിക്കും നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാർ 2000 സ്ക്വയർ ഫീറ്റ് മുകളിലാണ് നിങ്ങളുടെ വീട് എന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരക്കാർക്കും പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ റെക്കോർഡ് ചൂടാണ് കേരളത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും AC വാങ്ങി വെക്കുന്നുണ്ട്. നിലവിലുള്ള നിയമപ്രകാരം AC ഉള്ള വീടുകളിലുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിലപ്പോൾ കിടപ്പ് രോഗിയോ അതല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളായിരിക്കും പെൻഷൻ വാങ്ങുന്നത്. ഇത്തരക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മറ്റുമായി ചിലപ്പോൾ നമ്മൾ കാർ വാങ്ങിയിട്ടുണ്ടാകാം. ഇത്തരത്തിൽ ഒരു കാർ ആ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ആകെ 2 ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ള ആളുകൾ, അതായത് വീടോ അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലം ടോട്ടൽ ആ ഒരു കുടുംബത്തിന് 2 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വാർഷിക വരുമാനം. വാർഷിക വരുമാനം എന്നത് ആ ഒരു വ്യക്തിയുടെ വരുമാനം മാത്രമല്ല. ചിലപ്പോൾ ആ വ്യക്തിക്ക് ജോലി ഉണ്ടായിരിക്കുന്നതല്ല, അതല്ലെങ്കിൽ പ്രത്യേക വരുമാനം ഉണ്ടായിരിക്കുകയില്ല. അവരുടെ വിവാഹം കഴിയാത്ത മക്കളുടെയോ അതല്ലെങ്കിൽ ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ അവരുടെ എല്ലാം വരുമാനം കൂട്ടിയിട്ടാണ് വരുമാന സർട്ടിഫിക്കറ്റ് സാധാരണയായി വില്ലേജ് ഓഫീസർ നൽകുന്നത്. ഇത്തരത്തിലുള്ള വരുമാന സർട്ടിഫിക്കറ്റിൽ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം കാണിച്ചാൽ ഉറപ്പായിട്ടും അവരുടെ പെൻഷൻ മുടങ്ങുന്നതാണ്. ഇപ്പോൾ പല ആളുകളുടെയും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, അതായത് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പഞ്ചായത്തിൽ നിന്നും അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നെല്ലാം അറിയിപ്പ് വന്നിട്ടുണ്ട്. അവർ ചിലപ്പോൾ അപേക്ഷിച്ച സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ചിലപ്പോൾ സംശയം എന്തെങ്കിലും തോന്നിയിട്ടായിരിക്കാം. ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ പറയുകയാണെങ്കിൽ അവരുടെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയായിരിക്കണം. ഇത്തരക്കാർക്ക് ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എല്ലാ വർഷവും മസ്റ്ററിംഗ് എന്ന സംഭവം നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. അതായത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ആൾ മരണപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനാണ് വാർഷിക മസ്റ്ററിംഗ്. UDF ഗവൺമെൻറ് വന്നാൽ 3 വർഷത്തിൽ ഒരിക്കൽ ആവാം വാർഷിക മസ്റ്റർ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ വർഷവും വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ഏപ്രിൽ മെയ് മാസത്തിലാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഇലക്ഷനും മറ്റും ആയതുകൊണ്ട് തന്നെ ഈ വർഷം വാർഷിക മസ്റ്ററിംഗ് വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കൽ 2-3 വർഷം കൂടുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നുമ്പോഴോ ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയുന്നതാണ്. ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറഞ്ഞാൽ ഒന്നുകിൽ അക്ഷയ സെൻ്ററുകളിലോ അതല്ലെങ്കിൽ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലോ ചെന്ന് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകി വില്ലേജ് ഓഫീസിൽ നിന്നും അത് കൈപ്പറ്റി പഞ്ചായത്തിൽ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും കൂടുതൽ പെൻഷനും വിധവാ പെൻഷനായിരിക്കാം. ഇത്തരത്തിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും എല്ലാ വർഷവും നൽകേണ്ട ഒന്നാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്. അതായത് ഈ പെൻഷൻ ഗുണഭോക്താവ് പിന്നീട് വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റും എല്ലാ വർഷവും സാധാരണഗതിയിൽ ഡിസംബർ മാസങ്ങളിലാണ് ഉണ്ടാവാറുള്ളത്, പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ ഇനി മുതൽ നിങ്ങൾക്ക് 2000 രൂപ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുകയുള്ളൂ. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ പ്രായമുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ സുഖമില്ലാത്ത ആളുകളായിരിക്കാം.
അത്തരം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ A to Z ഇൻഫോ വിടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.